ആയെങ്കും അയാളുടെ പൽക്ക് എങ്കിൽ കേട്ടിട്ടില്ല. അങ്ങെന്താക്കിയാറ് ഇല്ല, ഞങ്ങൾ കൊല്ലുറമേ, ഇത്ര നല്ല ചാൻസ് ഇനി പിന്നെ കിട്ടില്ല. അപ്പൊ ആറ് കൊല്ലുരേ ചൊന്ത് കേട്ടപ്പ അംർ ഇബ്നു ജഹാഷ് ചൊല്റാള്, അയാൾ ചൊല്ലു അനലിദാലിക്ക, നാനുല്ല, ಅದಕ್ಕೆ ನಾನು ರೆಡಿ ಇಲ್ಲ. അപ്പൊ എങ്ങനെ കൊല്ലുറ? അവിടെ നോക്കുമ്പോ വലിയൊരു കല്ലിന്ത്, കായർക്കിര കല്ല് ഉണ്ട്, അരച്ചു ആ ബില്ലെ കല്ല്. ആ കല്ല് എടുത്തിട്ട് മേല് പോയിട്ട് ക്വാർട്ടർ മേല് പോയിട്ട് റസൂൽ സല്ലല്ലാഹു കീൽ തെച്ചിര്, മതിൽക്ക് ചാഞ്ഞ് തെച്ചിര്. അപ്പൊ അവിടെ പോയിട്ട് നബിരെ തലകി ഇഡ്രേ ചൊന്തുള്ള പ്ലാനിലേക്ക് ഇക്കറ് ആ ഒരു പ്ലാൻ ആക്കരങ്ങ. അങ്ങനെ എന്താക്കിയ ഓണു അംർ ഇബ്നു ജഹാഷ് അവിടുള്ള കല്ല് ബെല്ലെ കല്ല് പുറത്തോണ്ടെ ആ കോട്ടറെ മേൽക്ക് പത്തിയ. കോട്ടർ മേൽക്ക് പത്യപ്പൈറ്റിക്കറ് ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ಕರ್ತ್ರೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮುಟ್ಟ ಜಿಬ್ರೀಲ್ ಅಲೈಹಿ ಸಲಾಂ ಬಂತು ಚೊಲ್ರು, ನಬಿಯೇ ನಿಂಗ ಬೇಗ ಊಡ್ರಿ ಎಂಚಿಟ್ಟು ಸೀದಾ ಪೋ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ರಸೂಲಿಲ್ ಕರೀಂ ವಅಲಾ ಆಲಿಹಿ ವಸಹ್ಬಿಹಿ ಅಜ್ಮഈನ್ ವಮನ್ ತಬಿಅಹುಂ ಬಿಇಹ್ಸಾನಿನ್ ಇಲಾ ಯೌಮಿದ್ದೀನ್. ಅಮ್ಮಾ ಬಅದ್. ತಿರ್ಸತ್ತು സത്യവിശ്വാസിമാര വിശ്വാസിനിമാര സഹോദരന്മാര സഹോദരിമാര, അള്ളാഹു സുബ്ഹാനഹു തആലರು പേടിച്ച് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ കൂടെ കൂടിയിട്ടുള്ളേ നിങ്ങൾക്ക് ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു തആല അത്തരത്തിലുണ്ട് പേടിച്ച് ജീവിക്കര മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സിറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರು ಜೀವನ ಚರಿತ್ರೆ ವಿವರಿக்கிறದಾಯಿ ಈ ಕ್ಲಾಸ್ರೆ 60ാമത്തെ ക്ലാസ്സിലെ തിക്കറ് ഞങ്ങളുടെ ഒട്ടിಗೆ ಇರೋ. ಲಾಸ್ಟ್ ಕ್ಲಾಸ್ല് ഞങ്ങൾ ചൊന്നു വെച്ച വിഷയ ബിഉറു മഊന ചൊല്ലുற സംഭവം ಐತಿക്ക്. ബിഉറു മഊന അതായത് ബനു ആമിർ ഗോത്രത്തെ ലീഡറായി തിന്നെ 60 സഹാബിരങ്ങളെ കൊന്നതും, എളുവോ സഹാബിരങ്ങളെ കൊല്ലുക വർത്തൈത്തിന്ന മാത്ര ഒരു സഹാബിര അവനെന്താക്കിയ വെറുതെകും അടിമയാക്കി വെച്ചിന്ന, പിന്നെന്താക്കിയ അവണു വെറുതെകും ബുട്ട. ആറത് അംർ ഇബ്നു ഉമയ്യ. ഈ അംർ ഇബ്നു ഉമയ്യ ರಿಟರ್ನ್ ಬಂದ ಟೈಮಲು, ಮದೀನತ್ತಿಗೆ ರಿಟರ್ನ್ ಬಂದ ಟೈಮಲು ತೆರ್ಲು ಜಂಡಾಲ್ ಕಿಟ್ಟಿನಾರಂತ ನಂಗ ಚಂತಿನ್ನ. ಆ ತೆರ್ಲು ಜಂಡಾಲ್ ಕಿಟ್ಟಿಯಂಗಾರು ಬನು ಆಮಿರ್ ಗೋತ್ರ ತಂಗಮಿ ಮಾತ್ರಮ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജണ്ടാൽമാർക്ക് സംരക്ഷണ കൊടുത്തു തിന്ത്. മാത്ര അതാർക്ക് പിടില്ല, ഈ അംർ ഇബ്നു ഉമയ്യക്ക് പിടില്ല. അപ്പൊ അങ്ങനെ സബുൽ അംർ ഇബ്നു ഉമയ്യ എന്താക്കിത്ത് ബനു ആമിർ ഗോത്ര തങ്ങാൻ ചൊന്തു അയാൾ ആ ജണ്ടാൽറും കൊല്ലൂർ. അംർ ഇബ്നു ഉമയ്യ ചൊല്റാള് ആ ജണ്ടാൽറും കൊല്ലൂർ. മാത്ര പിന്നെ എത്തിക്കറ് അങ്ങനെ കയ്യിലുള്ള ലെറ്റർ എന്താ അവിടെ ഇയാൾക്ക് കിട്ടറ്. അത് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ക് ജണ്ടാൽക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തേ സംരക്ഷണ കൊടുത്തങ്ങാൻ ചൊന്തു പിന്നെ എത്തിക്കറ് പിടിയാവും. അങ്ങനെ ഈ വിഷയ അംർ ഇബ്നു ഉമയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമರೊಟ್ಟಿಗೆ ಬಂತು ചൊല്ರು അല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമಗೆ ഈ വിഷയ കിട്ടിട്ടാകുമ്പോ എന്തായിത്ത് ബേജാറുമായിത്ത്. മാത്ര ഇത് തപ്പിട്ടായിര്. അപ്പൊ തപ്പിട്ടാകുമ്പോഴത്തേക്ക് എന്താക്കണം, ആ കുടുംബത്തങ്ക് അതുക്ക് ಬೇನಾയ ഫിദിയ കൊടുക്കണം. അത് ഇസ്ലാം ഒരു റൂൾസ് ആയിട്ടിക്കറ്. ഒരാളുടെ തപ്പിത്ത് കൊന്നിട്ടായെങ്കിൽ അങ്ക് ഫിദിയ കൊടുക്കണം. ಬೇನುಂಟು കൊന്നിട്ടായെങ്കിൽ ഇങ്കും അതിരെ ശിക്ഷ ഉണ്ടു. അപ്പൊ ഇത് അംർ ഇബ്നു ഉമയ്യയിൽ നിന്ന് തപ്പിട്ടായ സംഭവമായി സബലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം കേട്ടിട്ട് എന്തൊരു ചൊന്തു, ലഖദ് ഖതൽത റജുലൈനി ലഅദിയന്നഹുമാ, ನೀನು ಜನರಲ್ರ ಕೊನ್ನ ಮಾತ್ರ ಅಂಕ್ ಉಲ್ಲೆ ಫಿದಿಯ എന്താക്കണു ನಂಗ കൊടുക്കണം, ನಾ കൊടുക്കുര ചൊന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ലീഡർ ആയിത്തിന്ത്. അങ്ങനെ സബലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കണു ആ ഫിദിയ ആ കുടുംബത്തിಗೆ എത്തുപാട്ടു. അപ്പൊ ഈ ഫിദിയ കുടുംബത്തങ്ക് എത്തുപാട്ടു ഉണ്ടായി. ഫിദിയല് എന്തിനു വേണം, അത്ര ഒരാളെ കൊന്നിട്ടായെങ്കിൽ ಅದಕ್ಕೆ ಬದಲಾയിട്ട് ಎಂದ್ರೆ ಫಿದಿಯ 100 ಒಂಟೆ. അപ്പൊ ജണ്ടാലെ കൊന്നിട്ട 200 ಒಂಟೆ. അപ്പൊ ഒരു ಒಂಟೆರೆ ബലമേ ഭയങ്കര ബലിയുണ്ട്. അപ്പൊ ഇങ്ങനെ 100 ಒಂಟೆ 200 ಒಂಟೆ കൊടുക്കുന്നുണ്ടായെങ്കിൽ അത് കത്രമേ തക്കന ആ ഒരു എമൗണ്ട് വേണു. മാത്ര അപ്പ ബൈത്തുൽ മാൽ എന്തില്ല, സമ്പത്തില്ല, കൊടുക്കും പോലത്തെ ഒരു സമ്പത്തില്ല. കാരണം ഉഹുദ് യുദ്ധം നടന്നേ അതേ ടൈം ഇട്ടിക്കറ്. അതേപോലെ ബാക്കിന്നെ ചെമ്മ സംഭവമല്ല നടന്നതല്ല ഞങ്ങൾ ചൊന്തിന്ന. അപ്പൊ ഈ എല്ലാ കാരണത്തിലും ബൈത്തുൽ മാൽ എന്തില്ല, സമ്പത്തില്ല. അപ്പൊ അത് കഴിത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ്, ആ മദീനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയ കരാറില്, മദീനത്ത് വന്നപ്പോൾ നബി കരാറാക്കി തിന്ത്. അപ്പൊ ആ കരാറിൽ പാർട്ടിസിപ്പേറ്റ് ആക്കി എത്ര ഗോത്രത്തങ്ങളുള്ളാറ ആ ഗോത്രത്തങ്ങളൊട്ടിಗೆಲ್ಲ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത് എമൗണ്ട് കളക്ട് ആക്കുക സ്റ്റാർട്ട് ആക്കി. അപ്പൊ ഓരോ ഗോത്രത്തങ്ങളോട് ഇങ്ങനെ സംഭവിച്ചത്
അപ്പൊ ഇതൊക്കെ ഇത്ര എമൗണ്ട് ആവറു ഇത്ര ഇത് എന്തുകൊണ്ടു നമുക്ക് ഫിദിയ കൊടുക്കുകൊണ്ടു അങ്ങനെ സബുലു എന്താണ് നിങ്ങൾ ഒരു ഓഹരി നിങ്ങൾ തർന്നു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഗോത്രത്തങ്ങളൊട്ടിಗೆ പോയിട്ട് കളക്ഷൻ ആക്കി. അപ്പൊ അതിൽ പെട്ടത് ഈ ടിക്രാറ് മദീനത്തെ വലിയ ഗോത്ര യഹൂദി ഗോത്രത്തങ്ങ ബനു നളീർ ഗോത്രത്തങ്ങ. മദീനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്ര ഗോത്ര ഇತ್ತು? 3 ഗോത്ര. ഏതല്ല? ഒന്ന് ബനു കൈനുക, രണ്ടാമത്തേത് ബനു നളീർ, മൂന്നാമത്തേത് ബനു ഖുറൈള. അപ്പൊ ബനു കൈനുക്കറങ്ങ മദീനത്തെ പുറത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പുറത്തിട്ടിട്ട് അത് ആ സംഭവം ഞങ്ങ ഈ ക്ലാസ്സിലെ 47ാമത്തെ ക്ലാസ്സിൽ അത് എന്തേ കാരണം ബനു കൈനുക ಮದೀನತೆ ಪರ್ತಿಡಗು ಕಾರಣ ಎಂದ್ರೆ ಅದರ ಪಶ್ಚಾತ್ತಲ ಎಂದ್ರೆ ಅದರ ಸಂಭವ ಎಂದ್ರೆ ಅಂತೆಲ್ಲ ನಂಗ ವಿಶದೀಕರಿಸದೆ ಇಟ್ಟಿಕ್ಕರು. രണ്ടാമത്തേത് ബനു നളീർ. ഈ ബനു നളീർ രംഗവും മദീനത്തെ പർത്തു പോണ്ടേ ഒരു സംഭവം ഇട്ടിക്കറി. ഇത് അങ്ങലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിങ്ങ മദീനത്തെ പർത്ത് കടത്തുറതായി ഒരു സംഭവ ഇട്ടിക്കറി ഇനിയുള്ള സംഭവ നടക്കറി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സഹാബിയങ്ങളെ കൂട്ടിയോണ്ടെ എവിടെ പോയിട്ട് ബനു നളീർ ഗോത്രത്തങ്ങളെ വിട്ട പോയിട്ട് അങ്ങനെ കോട്ടೆ യഹൂദിലങ്ങ പ്രത്യേക കോട്ടೆ വെച്ചിട്ട് എത്തിക്കറങ്ങ അവിടെ ജീവിച്ചു. കോട്ടೆ കെട്ടിട്ട് എത്തിക്കറ് ജീവിച്ചോ ഇന്നി. അപ്പൊ ഈ ബനു നളീർ ഗോത്രത്തങ്ങളെ മുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നളീർ അല്ലെങ്കിൽ ആക്കിയ കരാറിൽ നിന്ന് ചെറിയതായിട്ട് എന്താക്കി ഇന്നാറ് ലംഘിച്ചോ ഇന്നാറ്. അപ്പൊ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടും കാണാത്ത പോലെ ആക്കിയോ ഇന്ന് ചൊന്നെങ്കിൽ ഇനി ഒരു ഇത് ഒരു ഞങ്ങൾ ജണ്ടാലിനുള്ള ഒരു ഫിർക്കായിട്ട് ഇനി അങ്ങും പർത്തു പോകേണ്ട ഒരു അവസ്ഥ ബണ്ടേ വേണ്ട ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ സംഭവം എല്ലാം എന്താക്കി കണ്ടിട്ടും കാണാത്ത പോലെ ആക്കി ഇന്ന്. അതിൽ ഒന്നിട്ടിക്കറ് ഗസ്വത്തു സവീഖില് അബു സുഫിയാൻ ಬಂತು ಕೊರಿಯ ಮದೀನത്തെ ಈತ ಬಲ್ತೆ ಮರಲ್ಲ ಕತ್ತುಬಾಟ್ಯಪ್ಪ ಅದಕ್ಕೆ സഹായിച്ചങ്ങാറ് ഈ ബനു നളീർ ഗോത്രത്തങ്ങ ഇട്ടിക്കറാർ. അപ്പൊ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയായിട്ടും നബി എന്താക്കിയിട്ടില്ല, ആക്ഷൻ എടുത്തില്ല. അതേപോലെ ബനു നളീർ ലീഡറിൽ പെട്ടവർ ലീഡർ ആയിട്ടിന്നാറ് കാബിബ്നു അഷ്റഫ്. അപ്പൊ കാബിബ്നു അഷ്റഫ്രെ തന്ത്രപരമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മാത്രം എന്താക്കിയിട്ട് കൊന്നുത്തു. ആ ബനു നളീർ എല്ലാവരുടെ മേലും എന്താക്കിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷൻ എടുത്തിട്ടില്ല. ആ സംഭവം അങ്ങ 48ാമത്തെ ക്ലാസ്സിൽ വിവരിച്ചതേറ്റിക്ക്. അപ്പൊ ഇനി ഇവിടെ എന്താ അവിടെ ബനു നളീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ കൂട്ടിയുണ്ട്. പ്രധാനപ്പെട്ട കുറേ സഹാബിമാർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള അങ്ങനെ പ്രധാനപ്പെട്ട കുറേ സഹാബിരങ്ങളെ കൂട്ടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കോട്ടര മുട്ട പോയിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്നത് നോക്കിയിട്ട് അങ്ങ എന്ത് കൈട്ട് ಬಂದ್ರೆ ചൊന്തു അറിയോ കൈട്ട് കോട്ടര ഇങ്ങനെ പർത്ത് വന്നാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷൊന്തു ഇങ്ങനെ സംഭവിച്ചത്. അംർ ഇബ്നു ഉമയ്യ അയാള് ജണ്ടാൽ ഇങ്ങനെ തപ്പിട്ട് കൊന്നു. അപ്പൊ അങ്കായിട്ട് ഞങ്ങൾ ഫിദിയ കൊടുക്കണായിട്ട് പണ്ട്. അപ്പൊ മദീനത്തിലുള്ള എല്ലാരിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെ പിരിച്ചുള്ള അപ്പൊ നിങ്ങും അതിൽ ഒരു ഓഹരി ഞങ്ങൾക്ക് തർന്നു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. അപ്പൊ ബനു നളീർ ഗോത്രത്തെ ആ ലീഡർ ആയിട്ടുള്ള അങ്ങ് ചൊന്നാറ് നഅം യാ അബൽ ഖാസിം നുഈനുക അലാ മാ അഹ്ബബ്ത. അബുൽ ഖാസിം ഉണ്ട് എത്തിക്കറങ്ങ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിലിപ്പേർ നീ ഇഷ്ടപ്പെടുறதுக்கு ഞങ്ങൾ എന്താക്കിற സഹായക്കൂ റെഡിയുള്ള. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരോട് ദയിക്കൊരു ചൊന്താങ്ങളെ എന്താക്കിയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെ അങ്ങനെ കോട്ടരെ സൈഡിൽ നിന്ന് ഒരു തണലിന്ത് ആ തണൽ മതിലെ ആ ചാഞ്ഞിട്ട് ഒരു ജാഗ ആ മതിൽക്ക് ചാഞ്ഞിട്ടങ്ങളെ അവിടെ ദെപ്പാട്ടിട്ട് അങ്ങനെ എന്താക്കിയാറങ്ങ ഉൽക പോയാർ. അങ്ങനെ ഉൽക പോയിട്ടാകുമ്പോത്തുക അവിടെ എന്തായിട്ട് അങ്ങനെ നടുಲು ഒരു ഡിസ്കഷൻ ആയിട്ട് യഹൂദിമാരുടെ നടുಲು രഹസ്യമായിട്ട് അങ്ങൊരു ഡിസ്കഷൻ ആക്കും സ്റ്റാർട്ട് ആക്കിയ. എന്തിനത് ഈ മനുഷ്യ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യ ഇത്തരത്തോളം ഞങ്ങളെ മുട്ട ബന്ധിക്കാല ഇങ്ങനെ ഒരു ചാൻസ് ഇങ്ങനെ ഒരു എതിരിൽ കിട്ടിയ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടിത്തിക്കാല. അപ്പൊ മദീനത്തെ ആൾമാർ ഇത്ര ആൾമാർ മുസ്ലിം ആവുകയും അതേപോലെ ഇസ്ലാം ഇത്ര സ്പ്രെഡ് ആവുക കാരണകർത്തായെ ആളേറ്റിക്കറി ഇയാൾ. അപ്പൊ ഇയാളുടെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ചാൻസ് ഏറ്റിക്കറ് കൊല്ലുരത് ആനേസബ്ലു ഇപ്പൊ ഞങ്ങൾ എന്താക്കുന്നു മുഹമ്മദരെ കൊല്ലണു ചൊന്തുള്ള ഒരു ഡിസ്കഷൻ ഏറ്റിക്കറ് അയാൾ നടുല് അവിടെ അവരെ. അപ്പൊ നോക്കൂ ചെറിയ ലംഘന മാത്രല്ല ലാസ്റ്റിക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലുറോടേക്ക് എന്താക്കിയാറ് വന്നെത്തിയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലുനെ പ്ലാൻ ആക്കിയാർ. അപ്പൊ ആ കൂട്ടത്തിൽ യഹൂദിമാരുടെ കൂട്ടത്തിൽ പെട്ട ഒരാള് സല്ലാം ഇബ്നു മിഷ്കം അയാൾ ചൊല്ലു
ലാ തഫഅലു, നിങ്ങൾ അങ്ങനെ ആക്കണ്ട. വല്ലാഹി ലയുഖ്ബിറന്ന ബിമാ ഹമംതും ബിഹി, അള്ളാഹു ഇത്തിക്കർ സത്യ നിങ്ങൾ അങ്ങനെ പ്ലാൻ ആക്കിയത് എന്തിരെ ആ മനുഷ്യക്ക് എത്തുപാട്യമുണ്ട്. എന്തിനും ഒരു ദിവ്യശക്തി അയാൾക്ക് എന്തായിട്ടുണ്ടു, എത്തുപാട്ടു ചൊല്ലത് അത് ഗ്യാരണ്ടി എത്തിക്കർ. വഇന്നഹു ലനഖ്ദുൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹു, അത് മാത്രമല്ല അങ്ങോട്ടേക്ക് ആക്കിയ കരാറെ കൃത്യമായിട്ടൊരു ലംഘന എത്തിക്കർ ഇത്. അപ്പൊ ഇത് നിങ്ങൾ എന്താക്കണ്ട, ഇങ്ങനെ ആക്കണ്ട ചൊന്തു അയാൾ ചൊന്തു. അപ്പൊ നോക്കൊരു അള്ളാഹുവിൽ നിന്ന് വഹി ബന്നുകൊണ്ട് ചൊല്ലത് ആ യഹൂദിമാർക്ക് കൃത്യമായിട്ട് പിടിയുണ്ട്. അത് നബീൻട്ട് ചൊല്ലത് അങ്ക് കൃത്യമായിട്ട് ഗൊന്തുണ്ട്. ആയെങ്കും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചില്ല. എന്തേ? ഹസദ് കാരണമായിട്ട് അല്ലെ, യഹൂദിമാരുടെ ഒരു സ്വഭാവമായിട്ടിക്കുന്നത്. അങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പമേ അങ്ക് എന്തിന് ഗുർത്തൈത്തിന്ത് ഇത് നബീൻട്ട്. ആര്? ഹുയൈ ഇബ്നു അഖ്തബ്, ബനൂ നദീർ ഗോത്രത്തെ ലീഡറായിട്ടിക്കാറ് ഹുയൈ ഇബ്നു അഖ്തബ്. ആ ഹുയൈ ഇബ്നു അഖ്തബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുബാ ചൊല്ലற ಜಾಗಕ್ಕೆ ಸ್ಟಾರ್ಟ್ಗೆ ಹಿಜ್ರ ಬಂದಪ್ಪಮೇ ಎಂದ್ರ ನಬಿರೆ ಕ್ವಾಲಿಟಿ ತೌರಾತ್ತಲ್ಲಿ ಚೊಂದರ ಅದೆಲ್ಲ അറിയുകയിട്ട് ഇയാൾ പോയിട്ടിന്തവിടെ കുബത്തുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വീക്ഷിച്ചിട്ട് നബിരെ നോക്കിത്ത് എല്ലാം തൗറാത്തിൽ വിശദീകരിച്ച് അതേ ക്വാലിറ്റി എത്തിക്കർ ഇയാൾക്ക് കണ്ടേ. ആയെങ്ക ഇയാൾ എന്താക്കിത്ത് ഹുയൈ ഇബ്നു അഖ്തബും ഇയാളുടെ സഹോദരായിട്ടുള്ള ജണ്ടാൾ ഔത്തുകു ಬಂತು അങ്ങോട്ട് ഡിസ്കഷൻ ആക്കി ചൊന്നെന്തരെ, അതായത് ഈ ബ്രദർ ഇയാളുടെ സഹോദര കേക്കർ എന്തിരിപ്പ അത് നബിയേമ അഹു അത് അതേമാ നബിയേമ. അപ്പൊ ഇയാൾ ചൊല്ലു ഹുയൈ ഇബ്നു അഖ്തബ് ഒക്കു അത് നബിയെ. അപ്പൊ എന്തൊരു പ്ലാന്? അപ്പൊ ഇയാൾ ചൊന്ന നണ്ട് ജീമിക്കറോടത്തോളം ನಾನು അവന്റെ ശത്രുവായിട്ട് ഇക്കരാൻ. അപ്പൊ നോക്ക് നബിയേന്റെ ಗೊಂತಾയിട്ടും ನಾನು ശത്രു. ഇത് ഹദീസ് റിപ്പോർട്ട് ആക്കരെ ആറ് ഹുയൈ ഇബ്നു അഖ്തബ് മോലു സഫിയ റളിയല്ലാഹു അൻഹ. സഫിയ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായി. അപ്പൊ നബിരെ പെഞ്ഞായിര അബ്ബൈറ്റിക്കറി ഹുയൈ ഇബ്നു അഖ്തബ് അയാളെത്തിക്കറ് ബനൂ നദീർ ഗോത്രത്തെ ലീഡർ. അപ്പൊ ഈ ഇങ്ക് കൃത്യമായിട്ട് എല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിടിയുണ്ട്. അതല്ലേ അള്ളാഹു ചൊല്ല അല്ലദീന യഅരിഫൂന അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഅഹും. ആ കിതാബ് കൊടുത്ത ആൾമാർ അഹ്ലുൽ കിതാബ് ರಂಗ ಅಂಕ್ ನಬಿರೆ ಎಂಗನ ಗೊಂತಿಂತು ಜೊನ್ನೆ ಆಗಲಿ ಸ್ವಂತ ಮಕ್ಕಳ ಗೊಂತಿಂದವಲ ಗೊಂತಿಂತು. ಫೈನ್ನ ಫರೀಖಂ ಮಿನ್ಹುಂ ಲ ಯಕ್ತುಮೂನಲ್ ಹಕ್ಕ ವಹುಂ ಯಅಲಮ್. ಅಂಕ್ പിടിന്തും അങ്ങ് ഹക്ക് എന്താക്കിയോ ഇന്നാറ് വണിപ്പാട്ടി വെച്ചാറ്. അപ്പൊ ഇതേറ്റിക്കറി യഹൂദിമാരുടെ സ്വഭാവം. അപ്പൊ ഇതില് ആ സല്ലാം ഇബ്നു മിഷ്കം എന്താക്കിയിട്ട് ചൊന്തു നിങ്ങൾ അങ്ങനെ ആക്കണ്ട, സമല്ല, അയാൾക്ക് ദിവ്യബോധന വന്നോ ഉണ്ടു, അയാൾ ഗൊന്തವ್ರು മാത്രല്ല അയാളൊട്ടിಗೆ ആക്കിയ കരാറിനെ ഞങ്ങൾ ലംഘിച്ചോ ഇല്ലേ. ആയെങ്കും അയാളുടെ പൽക്ക് എങ്കിൽ കേട്ടിട്ടില്ല. അങ്ങെന്താക്കിയാറ് ഇല്ല ഞങ്ങൾ കൊല്ലുരമേ, ഇത്ര നല്ല ചാൻസ് ഇനി പിന്നെ കിട്ടില്ല. അപ്പൊ ആറ് കൊല്ലുരേ ചൊന്ത് കേട്ടപ്പ അംർ ഇബ്നു ജഹാഷ് ചൊല്ലற ആള് അയാൾ ചൊല്ലു അനലിദാലിക്ക, നാനുല്ല, ಅದಕ್ಕೆ ನಾನು ರೆಡಿ ಇಲ್ಲ. അപ്പൊ എങ്ങനെ കൊല്ലുറ? അവിടെ നോക്കുമ്പോ വലിയൊരു കല്ലിന്ത് കായരിക്കിற കല്ല് അണ്ട് അരച്ചു ഇന്ന് ആ ബില്ലെ കല്ല്. ആ കല്ല് എടുത്തിട്ട് മേല് പോയിട്ട് ക്വാർട്ടർ മേല് പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കീൽ തെച്ചിര് മതിൽക്ക് ചാഞ്ഞ് തെച്ചിര്. അപ്പൊ അവിടെ പോയിട്ട് നബിരെ തലകി ഇഡ്രേ ചൊന്തുള്ള പ്ലാനിലേറ്റിക്കറ് ആ ഒരു പ്ലാൻ ആക്കരങ്ങ. അങ്ങനെ എന്താക്കിയ ഓണു അംർ ഇബ്നു ജഹാഷ് അവിടുള്ള കല്ല് ബെല്ലെ കല്ലറ പുറത്തോണ്ടെ ആ ക്വാർട്ടറെ മേൽക്ക് പത്തിയ. ക്വാർട്ടർ മേൽക്ക് പത്യപ്പൈറ്റിക്കറ് ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കടത്തರೆ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ജിബ്രീൽ അലൈഹിസ്സലാം ಬಂತು ചൊല്ലു നബിയെ നിങ്ങൾ ಬೇಗ ഊടರೆಂಚಿട്ട് സീത പോറും. അത്രമേ ചൊന്നത് നിങ്ങൾ ಬೇಗ ഊടರೆಂಚಿത്ത് സീത മദീനത്തേക്ക് പോറും. അപ്പൊ സഡൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി ഊടರೆಂಚಿത്ത് ഒരു പോക്ക് പോയിട്ട് സഡൻ ഒരു പോക്ക് പോയിട്ട് പിന്നെ എന്ത് അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പോകു ചൊന്നരെ ചൊല്ലത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്താക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വിവരിക്കറ്. അതായത് ഇങ്ങനെ അങ്ങ് പ്ലാൻ ആക്കിന്നാറ്, നിങ്ങളെ കൊല്ലുക അങ്ങ് പത്തിന്നാറ്, അങ്ങനെ നിങ്ങളെ തലക്ക് കല്ലിടുകയായിട്ട് അങ്ങനെ പ്ലാൻ ഇന്ന് അത് കയറ്റിക്കറ് നിങ്ങൾ അവിടെ പോകു ചൊന്നരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊടറെ എന്താക്കറ് എഞ്ചിട്ട് സഡൻ സീത പോണ്ടു. അപ്പൊ ബാക്കിന്ന സഹാബിർ അങ്ങോട്ട് തെച്ചിത്തിന്നങ്ങ് വിചാരിച്ചെന്തരെ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു ഇങ്ങല്ല നബിയന്ത്രം അവർ ഹാജത്ത് പൂർത്തിയാക്കുകയായിട്ട് ഇക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരേ ചൊന്തു അങ്ങ് വിചാരിച്ചിട്ട് അവിടെ വെച്ചാർ. അപ്പൊ ഈ മേൽപത്യ മനുഷ്യൻ നബി പോയത് കണ്ടിട്ട് എപ്പ നബി ബണ്ടേ ചൊന്തു റിട്ടേൺ അവിടെ കാത്തോയിന്ത്. നബി ബണ്ടത് അവിടെ കാത്തോയിന്ത്. അങ്ങനെ ചമ്മനാറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാണ്ടിക്കരുത് കണ്ടപ്പ ഈ സഹാബിറങ്ങ് എന്താക്കിയാറ് സീത അവിടെ എഞ്ചിട്ട് പോയാർ. നബിക്ക് എന്തേ സംഭവിച്ചിത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അയിത്ത ചൊന്തു അങ്ങ് എന്താക്കിയാർ അന്വേഷിച്ചോ പോയാർ.
അങ്ങനെ അന്വേഷിച്ചപ്പോൾ നടുലു മദീനത്തിൽ നിന്ന് ഒരാൾക്ക് പറ ബന്ധമുണ്ട്. അപ്പൊ അതായത് ആ മദീനത്തെ പർത്തിങ്ങനെ ഒരാളിങ്ങനെ ബന്ധം വയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടാറ് കിട്ടിട്ട് ഇങ്ങനെ കേൾക്കാറ് നിങ്ങൾ നബിരെ നോക്കിയാറാ. അപ്പൊ അയാൾ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എൻ്റർ ആയത് ഞാൻ നോക്കിയ ചൊന്തു ഇങ്ങോട്ടേക്ക് ചൊന്നാറ്. അങ്ങനെ ഇങ്ങനെ എന്താക്കിയാറ് സീത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പോയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒಟ್ಟಿಗೆ ಅನ್ವೇಷಿಚಾರು, ನಬಿ ನಿಂಗೆ ಎಂದೇ ಸಡನ್ ಅವ್ರೆ ಎಂಚು ಬರಗುಲ್ಲ ಕಾರಣ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത് വിഷയ വിവരിച്ചു കൊടുത്തു. ഇങ്ങനെ നന്റെ കൊല്ലുകാൻ അവിടെ പ്ലാൻ ആക്കിയാറ്, അത് കയറ്റിക്കറാണ് അവിടെ പുറത്ത് വന്നേ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത് കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണ ഇട്ടിക്കർ അല്ലേ, അള്ളാഹുടെ വാഗ്ദാനം ഇത്തിന്ന് നബിയെ വല്ലാഹു യഅസിമുക മിനൻ നാസ്. നിങ്ങളെ ദഅവത്ത് നിങ്ങൾ ആക്കൂർ മനുഷ്യന്മാരിൽ നിന്നുള്ള ഒരു സംരക്ഷണ, മനുഷ്യന്മാർ നിങ്ങളെ ഉപദ്രാക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആക്കണു അള്ളാഹുല്ല, നിങ്ങൾ പേടിക്കണ്ട. അവിടെ ഇത് ഫസ്റ്റ് ഒന്നും അല്ല, എത്രമാ പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കൊല്ലുകു എത്രയാൾ പ്രയത്നാക്കിയപ്പം അതെന്തായിട്ടില്ല, സാധിച്ചിട്ടില്ല അല്ലേ. മക്കത്തിലും മദീനത്ത് ബന്നേൽ പിന്നും അങ്ങനെ ചമ്മ ടൈമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുകു പോയപ്പോൾ ഒരാൾക്കും നബിരെ തൊടുകു സാധ്യയിട്ടില്ല. ലാസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുറി രോഗിയായിട്ട് എത്തിക്ക്. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണ തിന്ത് ചൊല്ലുന്നത് നമുക്ക് മനസ്സിലാക്കൂ സാധ്യ. അങ്ങനെ ഇങ്ങനെ ഇത്ര വലിയ ഒരു ചതി, ഇങ്ങനെ ഇത്ര വലിയ വഞ്ചന, പിന്നെ ഇങ്ങനെ ആ റായത്തിൽ നിൽക്കുകൂ അർഹപ്പെട്ടങ്ങല്ലാണ്ടായിത്തിനാർ അല്ലേ. ഒരു രാഷ്ട്രത്തെ എന്തേ പ്രധാനമന്ത്രിയെ കൊല്ലുകൊല്ല ഒരു പ്രയത്നം ഇട്ടിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാഷ്ട്രത്തെ ലീഡർ ഇട്ടിക്ക്. അപ്പൊ അങ്ങനെ ആ രാഷ്ട്രത്തെ ഒരു പ്രധാനമന്ത്രി കൊല്ലുമ്പോൾ എന്താക്കേ, പിന്നെ അങ്ങനെ വെച്ച് നിപ്പാട്ടോ സാധ്യത ഉണ്ടാ ഇല്ല, അവിടെ പുറത്ത് കടത്തോനെ. അപ്പൊ ഇതെന്തും വിവരിക്കാണ്ട് ഇത്തിക്കറ് ഈ ഇസ്ലാമിനെ എതിർக்கிறങ്ങതാണോ ഒരു ബന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിലുള്ള യഹൂദിമാരെല്ലാം പുറത്താക്കി. അപ്പൊ യഹൂദിമാർ എന്തേ അങ്ങനെ ദീന് അങ്ങനുസരിച്ച് ജീവിക്കുകയില്ലേ, ഇങ്ങനെ അല്ലാക്കിയിട്ട് പൽക്ക വരാ. അപ്പൊ ഇങ്ങനെ ദീനല്ല പ്രോബ്ലം, പിന്നെ ഒരു രാഷ്ട്രത്തിന് എതിരായിട്ട് അതേപോലെ ആ രാഷ്ട്രത്തെ പ്രധാനമന്ത്രിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെന്താക്കാറ് അതേപോലത്തെ സൊറൈറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിരെ. പിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് കരുണിമ കാട്ടിരെ, ഇന്നെ എന്താക്കാത്താറ് കൊല്ലത്താറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി ഉടനെ പുറത്തു പോകണുണ്ട് ഇത്തിക്കറ് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഒരു ലെറ്റർ എഴുതറ്. ലെറ്റർ മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹുടെ മുഖാന്തര ഇത്തിക്കറ് ആ ലെറ്റർ കടത്തറി. എന്തിനാ ആ ലെറ്ററിൽ നിന്ന് നിങ്ങൾക്ക് 10 നാൾ ടൈം തണ്ട, 10 നാളിലെ ഉൽഗത്തില് നിങ്ങ ഈ റായ വിട്ടു ಬೇರೆ ರಾಯತ್ತು പോകണം. ഇനി നിങ്ങൾ കൂടെ നിൽക്കുകൂ അർഹപ്പെട്ടങ്ങ് അല്ലാ ചൊന്തു ഒരു ലെറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അങ്ങനെ മുഹമ്മദ് ഇബ്നു മസ്ലമ ആ ലെറ്റർ കൊടുത്തപ്പ ആ ലെറ്റർ അങ്ങ് എടുത്ത് ഓതിയപ്പ അങ്ങ് ഫസ്റ്റ് അർസവന്ത് അങ്ങ് പിന്നെ എന്താക്കുക ആയില്ല. കാരണം മുസ്ലിമിങ് ആയിട്ടിക്കറ് ആ റായത്തിൽ മെജോറിറ്റി ആയിട്ടുള്ളേ. അപ്പൊ ഇങ്ങനെ എതിർലു എന്തേ എതിർക്കുക പോകേണ്ടത് ഞങ്ങ ഇപ്പൊ സമല്ല ചൊന്ത് അങ്ങ് എന്താക്കാറ്. പിന്നെ ആ ലെറ്റർ ഒപ്പിട്ടങ്ങ പോണകൈറ്റ് ഡിസൈഡ് ആക്കാറ്. മാത്ര പോണകൈറ്റ് ഡിസൈഡ് ആക്കുമ്പോഴത്തേക്ക് ഒരാൾ ബണ്ടി ആ മദീനത്തെ മുനാഫിക്കറ ലീഡർ ആറ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അവನು ಬಂತ എന്താക്കിയ നിങ്ങ പോണു റെഡി ആയമ്മ, നിങ്ങൾ ഡിസൈഡ് ആക്കിയമ്മ, എന്ത് നിങ്ങൾ പോണ്ടേ, നിങ്ങളുടെ പരമ്പരമായിട്ട് ഈ മദീനത്തിൽ ഇന്നങ്ങല്ലേ നിങ്ങളുടെ വിട്ടു പോണ്ടത് സമല്ല, നിങ്ങളെ അങ്ങ് പറത്തിട്ടാറട്ടെ നിങ്ങൾ ഒട്ടിക്ക് ബണ്ട, നിങ്ങൾക്ക് നാ എല്ലാ രീതിയിലും സപ്പോർട്ട് ആക്കറ, ഞങ്ങൾക്ക് ഒരേ ആൾമാറുള്ള. ഇനി അങ്ങ് യുദ്ധത്തിക്ക് ಬಂದಿട്ടായെങ്കിൽ നിങ്ങും യുദ്ധാക്കുറ, നിങ്ങൾക്കുള്ള നിങ്ങളൊട്ടിಗೆ പെറോലുള്ള ചൊന്തു പോൺ എന്താക്കിയ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ നല്ല കാത്തിട്ട എനിക്ക്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്തിൽ കൃത്യമായിട്ട് വിവരിക്കുന്നത് നമുക്ക് കാണും. അലം തറ ഇലല്ലദീന നാഫഖു, നബിയെ മുനാഫിക്കുമാരെ നിങ്ങൾ നോക്കിയിട്ടില്ലേ, യഖൂലൂന ലിഇഖ്വാനിഹിം അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫിറായ ആൾമാർ അങ്ങളെ സഹോദരന്മാരൊട്ടിക്ക് അങ്ങ് ചൊന്നാറ്. ഈ മുനാഫിക്കുമാർ ചൊന്നാറ്, എന്തിനാ ചൊന്നാറ്, ലഇൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും, നിങ്ങൾ അങ്ങ് പറത്തിട്ടാറുണ്ടായെങ്കിൽ ഞങ്ങൾ നിങ്ങളൊട്ടിക്ക് വേണ്ട, വലാ നുതിഉ ഫീകും അഹദൻ അബദ, നിങ്ങൾ അങ്ങനെ കൂട്ടത്തിൽ ഒരാളും നിങ്ങൾ അനുസരിക്കണ്ട, വഇൻ ഖൂതിൽതും ലനൻസുറന്നക്കും, അങ്ങനെ നിങ്ങളൊട്ടിക്ക് യുദ്ധക്കോ ബണ്ടാറുണ്ടായെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഹെൽപ്പ് ആക്കറ, നിങ്ങൾ പേടിക്കണ്ട. ഈ മുനാഫിക്കായ ആള് നല്ല കാത്തിട്ടത്
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിവരിക്കുന്നത്. അയെങ്കിൽ അള്ളാഹു ചൊല്ല വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ, அல்லாஹு சாட்சி ஐத்திக்கிறாங்க, களவு சொல்றாங்க சொல்றது. ഈ മുനാഫിക്കുമാർ களவு சொல்றாங்க சொல்றதுக்கு അള്ളാഹു സാക്ഷി ಐத்திக்கிறாங்க അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇങ്കപ്പം എന്തേത്ത് തെല് ധൈര്യമെല്ലാം കിട്ടിത്ത്. ഇപ്പൊ ഞങ്ങളൊട്ടിക്ക് കുറെ ആൾ ഉള്ളാറല്ലേ, അപ്പൊ ഇനി ഞങ്ങൾ പുറത്തു പോകേണ്ട ആവശ്യം ഇല്ല ചൊന്തു ഇങ്ങെന്താക്കിയാറ് ഒരു ലെറ്റർ എഴുതിയാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ലെറ്റർ? ഞങ്ങ ഈ റായ വിട്ടു പോണ്ടില്ല, നിക്ക് എന്തൊരാക്കുക മനസ്സുണ്ട് അത് നീ ആക്ക് അല്ലേ? യാ മുഹമ്മദ് ഇന്നാ ലാ നഖ്റുജു മിൻ ദിയാരിനാ, ഞങ്ങൾ അവ വിട്ടിട്ട് ഞങ്ങൾ പോണകു റെഡില്ല. ഫസ്നാ മാ ബദാലക്, നിക്ക് എന്തൊരാക്കുക തീർറ് നീ ആക്ക്. അപ്പൊ ഒരു ചാലഞ്ച് ആക്കുற ரூபத்தில் இட்டிக்கிறீங்க. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലെറ്റർ എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലെറ്റർ നോക്കിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു ബല്യവനും ചൊന്തു നബിക്ക് ഒരു തക്ബീർ ಐತಿಕ್ಕರ್ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നി. എന്ത് കൈത്ത്? സാധാരണ അങ്ങ വിട്ടു പോണ്ടാറുണ്ടായെങ്കിൽ അങ്ങളെ എന്ത് അങ്ങളെ സാധാരണ അങ്ങ് വിട്ടു പോണ്ടാറുണ്ടെ അങ്ങളെ സ്വത്തെല്ലാം അങ്ങ് എന്താക്കാറ് എടുത്തു പോണ്ടാറ്. മാത്രം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഒരു യുദ്ധം നടന്നിട്ടായെങ്കിൽ ആ സ്വത്ത് ഗനീമത്ത് സ്വത്തു ആറ് കിട്ടറ് മുസ്ലിമിങ്ങൾ കിട്ടുന്നിട്ട് തിക്കറ് ചരിത്രകാരന്മാർ ആ വിഷയത്തിൽ വിശദീകരിക്കുക. വല്ലാഹു ആലം. ഏതായെങ്കിലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് ഇങ്ങനെ ഈ ലെറ്റർ നോക്കിയിട്ടാൽ പിന്നെ എന്താക്കുന്നത് ഇങ്ങോട്ടേക്ക് യുദ്ധത്തികൈത്തെ റെഡി ആവറ്. അങ്ങനെ ഒരു വിഭാഗ സഹാബിമാരോ ആ സഹാബിമാരുടെ സൈന്യത്തെ എടുത്തോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദിമാരുടെ കോട്ടര മുട്ട പോണ്ടു. മാത്ര അവിടെ എന്തൊരു പ്രോബ്ലം ചൊന്നെങ്കിൽ ചുറ്റിലും ആ കോട്ട ചുറ്റിലും ഇങ്ങനെ എന്താക്കിന്നാറ് ഈത്ത പോലത്തെ മറ നട്ടുന്നാർ. അപ്പൊ ഈത്ത പോലത്തെ മറ അങ്കൊരു അഡ്ഡൈ തിന്ത്. അപ്പൊ അത് കൈത്തിക്കറ് ഇങ്ങെന്താക്കിയാറ് യഹൂദിമാർ ആ ഈത്ത പോലത്തെ മരത്തെ മറ ഇട്ട് വെച്ചിട്ട് കോട്ടർ മേൽ നിന്നിട്ട് മുസ്ലിം സൈന്യം വന്നപ്പ ഇങ്ങ ബില്ലുവാണ് അടിച്ചിട്ട് ആയത്ര ഇങ്ങെന്താക്കിയെന്നാറ് ഡിഫെൻഡ് ആക്കി എന്നാർ. മുസ്ലിം ഇങ്ങക്ക് അപ്പുറത്ത് ബിൽവാണ് അടിക്കുകയായിട്ടില്ല, കാരണം ഈ ഈത്ത പോല മറ അഡ്ഡയുണ്ട്. അപ്പൊ ഈ തിക്കറ് അള്ളാഹുടെ കൽപ്പന പ്രಕಾರ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ ചൊല്ലറേ ഈത്ത പോലത്തെ മരത്തെ എന്താക്കണു കൊത്തിയെടുക്കണു, അതേപോലെ കത്തുബാട്ടണു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ വിവരിക്കറ്. അള്ളാഹുരെ എന്താ പെർമിഷൻ പ്രಕಾರ ഇട്ടിക്കറ് ആ ഈത്ത പോലത്തെ മരത്തെ നാശാക്കുക. കാരണം അല്ലെങ്കിൽ യുദ്ധത്തിൽ എന്താക്കുകയില്ല, ഒരു മറ അല്ലെങ്കിൽ കൃഷി നാശാക്കുകയില്ല. മാത്ര ഇത് ഇങ്ങനെ നാശാക്കുകയില്ല. കാരണം എന്ത്? അത് മുസ്ലിം ഇങ്ങൊരു അഡ്ഡൈ തിന്ത് അത് ഒരു വിഭാഗத்துக்கு മാത്രം ഇട്ടിങ്ങനെ സംരക്ഷിക്കരുത് ഇല്ല ಅಂತ. അപ്പൊ ആ അള്ളാഹുടെ കൽപ്പന പ്രಕಾರ ഇട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറ കൊത്തുകും അതേപോലെ കത്തുപാട്ടുക ഇട്ട് ചൊന്നെ. അങ്ങനെ അവിടെ അഡ്ഡ ഇന്ന മറ മാത്രം ഇട്ടിക്കർ എന്താക്കിയത് കത്തുപാട്ട്. വേറെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കൃഷിനാശ അവിടെ ആക്കിയിട്ടില്ല ചൊല്ലത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത. അങ്ങനെ പിന്നെ അങ്ങക്ക് എന്തായിട്ട് ആ കത്തുപാട്ടിട്ട് അതിനെ നാശാക്കിയിട്ടാൽ പിന്നെ അങ്ങക്ക് ഒരു മറ ഇല്ല. അപ്പൊ അങ്ങനെ എന്താക്കിയാറ് ക്വാർട്ടർ ഉൾഗ പോയിട്ട് അങ്ങനെ തെച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിറങ്ങ ആ ക്വാർട്ടറെ ചുറ്റിൽ നിന്നിട്ട് ആ ക്വാർട്ടറെ ബഹിഷ്കരിച്ചാർ. ചൊന്നെ ഉൽഗത്തുക്ക് പോകേണ്ട ഫുഡ് തടഞ്ഞാർ. ഉൽഗത്തുക്ക് ഒരു ഫുഡ് പോകില്ല. അതേപോലെ ആ യഹൂദിമാർ കോട്ട വിട്ട് പുറത്ത് പറഞ്ഞു ചൊല്ലേ ആ ഒരു രീതിയിൽ ബഹിഷ്കരിച്ചാർ. അവിടെമേ നിന്റാർ ചുറ്റുഭാഗത്ത്. അങ്ങനെ ഈ ബഹിഷ്കാര എത്ര നാളിന്ത് കുറെ ഉലമാക്കന്മാർ ചൊല്ലാറ് ഒരു വാരത്തോലിന്ത്, കുറെ ഉലമാക്കന്മാർ ചൊല്ല 2 വാരത്തോലിന്ത്. അങ്ങനെ 2 വാര മുട്ട അപ്പുറത്ത് ഉൽഗത്തിക്ക് എന്തും ഇല്ല, ഉൽഗത്തെ പുറത്തുകാരും പറകില്ല. ലാസ്റ്റിക്ക് ഇങ്ങിത്ര ഈ 2 വാര കാത്തിന്ത് പുറത്ത ചൊന്നരല്ലേ ബണ്ടാണ്ട് ആറ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അവന്റെ വിട്ടിട്ട് അവന്റെ ഒരു പൊടി സമയത്ത് അവിടെ കണ്ടിട്ടില്ല. അവനും വന്നില്ല, അവന്റെ ആൾമാരും അവൻ കുട്ടിയെ വന്നില്ല. അങ്ങനെ ഇങ്ങ 2 വാര കാത്തിട്ടും ആരെ കാണാണ്ടാവുമ്പോ ലാസ്റ്റിക്ക് ഇങ്ങ എന്താക്കിയാറ് അങ്ങനെ ആ ഒരു ഇത് ഒപ്പിയാറ്. ഞങ്ങൾ ആള് വെച്ചിട്ട് ഞങ്ങൾ പോണ്ടാ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ലെറ്റർ എഴുതിയാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മനസ്സിക്ക് പേടിയിട്ട് കൊടുത്ത് അതേ ടിക്കർ അള്ളാഹു ചൊല്ലു വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ. അങ്ങനെ മനസ്സിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിയിട്ട് കൊടുത്തു. അങ്ങനെ പേടി കാരണത്തിൽ അങ്ങ പിന്നെ എന്താക്കിയാറ് നബിക്ക് ലെറ്റർ എഴുതിയാറ് ഞങ്ങൾ ആൾക്ക് പോണ്ടാ ചൊന്തു അങ്ങ് ചൊന്നാണ്. നോക്കൊരു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കില്ല, ഞങ്ങളെ കൊന്നില്ല.
ഈ ടൈമിലെങ്കിൽ നബി എന്താക്കാന്ത് കൊല്ലാന്ത് ഉറക്കെ ചൊന്നപ്പോൾ നിങ്ങൾ കേട്ടില്ല, ചാലഞ്ച് ആക്കിയാറ്. ഇനി ഞങ്ങൾ ബുഡില്ല ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താക്കാന്ത് കൊല്ലാന്ത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹനത്തിലും താഴ്ചമലും സബറെടുത്തിട്ടും നിങ്ങ പോണ്ടാറുണ്ടായി പോറുണ്ടായി തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുறது. മാത്രമാ പോകുമ്പോഴത്തേക്കു ഒരു വണ്ടിൽ എത്ര സാമാന പിടിക്കിற അത്ര മാത്രം പിടിച്ചോണ്ട് നിങ്ങൾ പോകണം. അതിലാണ്ട് ಯಾರು പിടിക്കുകയില്ല. അതേപോലെ ആയുധ എടുത്തു പോകില്ല. വേറെ നിങ്ങൾക്ക് എന്തൊരു മനസ്സുണ്ട് അത് നിങ്ങൾ എടുത്തു പോകും. അപ്പൊ അവിടെ നോക്കൂ എടുത്തു പോകുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുறது. അങ്ങനെ എന്താക്കിയാറ് ഒരു വണ്ടിൽ എത്ര സാമന പിടിക്കരു അത്ര സാമന അങ്ങ് എടുത്തു പോകും. 600 വണ്ടി എന്തുണ്ടൈತಿ കണങ്ങൾട്ട് 600 വണ്ടി. ആ 600 വണ്ടിൽ ആ ഔത്തുറുൽക്കുള്ള സാമന അങ്ങ് കൈക്ക് കിട്ടിയ സാമന അങ്ങ് എടുത്തു പോയാർ. മാത്ര ആ കൈ കിട്ടിയത് മാത്രമല്ല, അങ്ങ് നോക്കുമ്പോൾ ബല ബാളുടേതായ എത്ര സാമന അങ്ങ് എടുത്തു പോകാവാത്തതും അങ്ങെന്താക്കിയാറ് കൊറയാൾ നോക്കി ബായിൽ, കൊറയാൾ നോക്കി അങ്ങനെ കണ്ടി ഇതെല്ലാം എടുത്തോണ്ട്, അതായത് മുസ്ലിം റങ്ക് ഒന്നും കിട്ടോ തീരാച്ചുള്ള രൂപത്തിലായിട്ടേക്ക് കണ്ടിയും ബായിലും എല്ലാം എടുത്തോണ്ട് അങ്ങ് പോണ്ടി. മദീനത്തിലുള്ള ആൾമാർ ഇത് നോക്കി നിണ്ടാറുണ്ടായിത്തേക്ക് ചരിത്രത്തിൽ കാണാം. 600 വണ്ടി അങ്ങ് ബനൂ നളീർ ഗോത്രത്തെ അങ്ങ് മദീന വിട്ടിട്ടു അവിടെ പുറത്തുപോയി. ആ ഒരു അവസ്ഥ മദീനത്തിലുള്ള ആൾമാർ അജബായിട്ട് നോക്കി നിണ്ടാറുണ്ടായിത്തേക്ക് നമുക്ക് കാണാൻ സാധ്യമാണ്. പിന്നെ അങ്ങ് പോയിട്ട് എവിടെ പോണ്ടി? സീതാ ഖൈബർ ചൊല്ല ജാഗിಗೆ തിക്കർ പോണ്ടി അല്ലേ? ഖൈബറിൽ ഓൾറെഡി ബനു കൈനുക്കറങ്ങ ഉള്ളാറ്. അപ്പൊ ഇങ്ങ ബനു നളീർ ഗോത്രത്തങ്ങ ഖൈബർ ചൊല്ലുടെ ആ ജാഗയിൽ തിക്കർ പോയിട്ട് പിന്നെ അങ്ങവിടെ ജീവിക്കര്. പിന്നെ തിക്കർ ഹിജ്റ 7ാമത്തെ വർഷത്തിൽ ഖൈബർ യുദ്ധ ആറൊട്ടിಗೆ അവിടെ ഇതേ ബനു നളീർ ഗോത്രത്തങ്ങളൊട്ടിಗೆ തിക്കർ ആവറേ ചൊല്ലുടെ അങ്ങ് മനസ്സിലാക്കും. അങ്ങനെ പിന്നെ അങ്ങ് പോയാറ് കൂടെ ഇങ്ങ വിട്ടുപോയ സാമണല്ലിന്ത് ಅದಕ್ಕೆಂದ್ರೆ ಚೊಲ್ಲೆ ಫೈ ಉಂಟಾയി ತಿಕ್ಕರು അറബിൽ ചൊല്ലു. വലൈക്കും സലാം. അപ്പൊ ഇങ്ങ വിട്ടുപോയ സാമാനല്ല ഇത്, അതായത് യുദ്ധം ഇല്ലാണ്ട് യുദ്ധത്തിൽ കിട്ടിയ സാമന്തിക്ക് എന്തൊരു ചൊല്ലേ ഖനീമത്ത്, അതേപോലെ അംഫാൽ, ഇങ്ങനെ അങ്ങനെ യുദ്ധം ഇല്ലാണ്ട് കിട്ടിയ സാമന്തിക്ക് തിക്കർ ഫൈ ചൊല്ലുന്നത്. അപ്പൊ ഈ ഫൈ ആറ് കിട്ടിത്ത് മുസ്ലിമുകൾക്ക് കിട്ടിത്ത്. അതിൽ യാർത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിർമാർക്ക് എത്തിക്കർ അത് കൊടുത്തേ. കാരണം എന്താ വെച്ചാൽ മുഹാജിർമാർ അങ്ങനെ സമ്പത്തെല്ലാം വിട്ടു വന്നങ്ങ് എത്തിക്കറാറ്. അങ്ങ് ഇപ്പം അൻസാറുമാർ ഡിപ്പെൻഡ് ആയിട്ട് ജീവിച്ചോ ഇന്നങ്ങ്. അപ്പൊ അത് കഴിത്ത് അങ്ക് കിട്ടട്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಯಾರ ಭಾಗ മുഹാജിർമാർക്ക് എത്തിക്കറത് ഡിസ്ട്രിബ്യൂഷൻ ആക്കി. അതേപോലെ അതിൽ ഒരു ഭാഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് തിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷത്തേക്ക് അവര് ഇത് എന്താക്കി തിന്ത് എടുത്തു വെച്ച് തിന്ത്. മാത്ര നബിരെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാനശീലയിത്തിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ആക്കുന്ന ഒരാളായിട്ട്. അപ്പൊ ഈ നബിര് ഈ സ്വതക്ക കാരണത്തിൽ അത് തീനോയിത്തുണ്ടായി തിക്കറ് നമുക്ക് കണ്ട്. അപ്പൊ അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ആക്കുന്ന സബലു ആ വർഷത്തേക്ക് ഇടി വെച്ചത് എന്താ അവിടെ പാതിയാവുമ്പത്തേക്ക് തീർന്നു. അങ്ങനെ തിക്കറ് ചമ്മത്തെ പട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗത്തുലു പട്ടിണിയും അതേപോലെ എത്ര ഓരോ തിങ്കള് അടുപ്പിൽ തീ കത്താത്ത നാളും ഉണ്ടായി ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യം. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ എടുത്ത് കാശ് സമ്പത്ത് ഒരു വർഷത്തുക്ക് അവിടെ പോലത്തത് ഇങ്ങനെ എടുത്ത് വയ്க்கிறെങ്കല്ല എടുത്ത് വയ്ക്കാ ചൊല്ലതുக்கு ഒരു ദലീലായിട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഉള്ളതെല്ലാം സദക്കാക്കുന്നുണ്ടല്ല. നമുക്ക് എന്താക്ക നമുക്ക് വേന്മായതും അതേപോലെ ഞങ്ങളെ കുടുംബத்துக்கு ചെലവാക്കുന്നതും എടുത്ത് വയ്ക്കാ ചൊല്ലതുകല്ലേ ഒരു ദലീലുമായിട്ടിരിക്കുന്നത് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇതേ ടിക്കറ് ബനൂ നളീർ സംഭവ. ബനൂ നളീർ ഗോത്രത്തങ്ങ അങ്ങ നബിറൊട്ടിಗೆ കാട്ടിയ വഞ്ചന, അതേപോലെ അങ്ങ മദീനത്തെ പുറത്തു പോകലുണ്ടായ കാരണ ഇതേ ടിക്കറ് ചൊല്ലെന്ന് നാം മനസ്സിലാക്കും. ഈ ഒരു സംഭവത്തെ സൂറത്തുൽ ഹഷ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പൊ ഈ ചരിത്രം നിങ്ങൾ പഠിച്ച ഇനി സൂറത്തുൽ ഹഷ്ർ നിങ്ങൾ ഓതി നോക്കറല്ല, അതിന്റെ അർത്ഥം നിങ്ങൾ ഓതി നോക്കറ. അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സംഭവത്തെ നമുക്ക് എന്താവും കാണാൻ സാധ്യം. അത് കഴിഞ്ഞിട്ട് മുതലത്തെ സഹാബിറങ്ങ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലത്തങ്ങ സൂറത്തുൽ ഹഷ്റിന് ചൊന്നോ ഇല്ല ಅಂತ സൂറത്തു ബനൂ നളീർ ಅಂತ ചൊന്നോ ഇന്ന്. കാരണം ബനൂ നളീർ ഗോത്രത്തങ്ങളെ തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ വിവരിക്കರೆ. ഹഷ്ർ ചൊന്നെങ്കിൽ ಅದರ ಅರ್ಥ ಅಂದ್ರೆ ಒಟ್ಟಿಗೆ ಅವರೇ ಅಂತ ತಿಕ್ಕರ್ ಅದರ ಅರ್ಥ ಒಟ್ಟಿಗೆ ಅವರೇ. അപ്പൊ കുറെ ആൾമാർ ഇങ്ങനെ ബിയർച്ച പോയിട്ടുണ്ട്. ഇത് കിയാമത്ത് നാളിലെ ഒട്ടിಗೆ അവരെ വിഷയ ടിക്കർ അല്ലാഹു സൂറത്തുൽ ഹഷ്റിൽ ചൊല്ലുടെ ചൊന്തു ബിയർച്ചിരണ്ട ചൊന്തു സഹാബിരങ്ങ എന്താക്കി എന്നാറ് ബനൂ നളീർ ഉണ്ട് സൂറത്ത് ബനൂ നളീർ ഉണ്ട് പേര് വിളിച്ചു എന്നാറ്. അതായത് അങ്ങ സമ്പത്തിനെ ഒട്ടിಗೆ ಹಾಕಿയതും ആ ഒരു ഇതിരെ കാരണത്തിലേക്ക് ആ സൂറത്തുൽ ഹഷ്റിಗೆ ഹഷ്ർ ഉണ്ട്
പേര് പറവില്ലായ കാരണ ചൊല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന പാട്ട് എന്തേ, ഒന്നാമത്തേത് ബനൂ നദീർ ഗോത്രത്തെ അങ്ങനെ ധിക്കാറും യഹൂദിമാരെ ധിക്കാറും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ കാട്ടി ധിക്കാറുള്ള നമുക്ക് ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കാൻ സാധ്യത. ಅಂಕ പിടിಂತು ഇത് നബിಂಟು ആയെങ്കും അങ്ങെന്താക്കില്ല, ഒപ്പകു റെഡി ആയിട്ടില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയെ സഹന താൽച്ചിമ അല്ലേ, ഒർക്കലെ ഒരാളെ പോയിട്ട് കൊല്ലൂർ ഒരു അവസ്ഥ ഇല്ല. ആയത്ര ടൈം കൊടുക്കുറു, ആയത്ര സൊബറെടുക്കരു. അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്തും ഗത്യന്തരം ഇല്ലാണ്ടാവും. അങ്ങനെ എന്താക്കിത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റായത്തെ പറത്തിട്ട് ബനൂ കൈനുക്കാരെ ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ റായത്തെ പറത്തിട്ടിട്ട് ഇപ്പൊ ബനൂ നദീർ ഗോത്രത്തും ഇതേപോലത്തെ ഒരു അവസ്ഥയിലേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റായത്തെ പറത്തിട്ട്. പിന്നെ മൂന്നാമത്തെ ഗോത്ര ഏതുള്ള ബനൂ ഖുറൈള, അതിലെ സംഭവം വേറെമേ. ಅಂಕ അങ്ങനെ കൊല്ലുറേറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിറങ്ങ എലോ ആൾമാർ തലപാർബാട്ട് അങ്ങനെ. അപ്പൊ അതെന്തൊരു സംഭവം ചൊല്ലത് ഇൻഷാ അല്ലാഹ് അದ್ರೆ ആ ഒരു സംഭവ വരുമ്പോഴത്തേക്കു നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത. ಖಾಲಿ ಆ ಕೊಲ್ಲುರದು ಮಾತ್ರ എടുത്തിട്ട് എന്താക്കാറ്, ഇതാ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಎಲ್ಲೋ ആൾമാരെ ಬೆರೆದಗುಂಗು നല്ല ಅದರ ಕೆಲವರು ಡೀಟೇಲ್ ಉಂಡು. എന്ത് അത്ര മാത്രം ഒരു വലിയ സ്റ്റെപ്പ് എടുക്കില്ല. കാരണം എന്തിനാ ചൊല്ലത്, ಅದರ ಪೆರೋಲ್ ഒരു ഡീറ്റെയിൽ ഉണ്ട്. ആ ഡീറ്റെയിൽ പഠിച്ച മാത്രമേ അങ്കದಕ್ಕೆ തക്കതായ ഒരു ശിക്ഷ ഇട്ടിക്കറി ചൊല്ലത് നമുക്ക് മനസ്സിലാക്കുക സാധ്യ. ഏതായെങ്കും അപ്പൊ ഇതേ ടിക്കർ ബനൂ നദീർ ഗോത്രത്തെ സംഭവ ഈ വിഷയ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇതേ ടിക്കർ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൽ പിന്നെ വേണ്ടത് അബൂ സുഫിയാൻ ഉഹുദ് യുദ്ധത്തെ മടങ്ങി പോകുമ്പോഴത്തേക്ക് ഒരു ചാലഞ്ച് ആക്കിയിട്ടുണ്ട്. എന്തിന്, നിങ്ങൾ നെക്സ്റ്റ് വർഷ ഞങ്ങൾ ബദറിൽ വെച്ചിട്ട് കാണ്ടാണ്. അപ്പൊ അതുക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഇട്ടിക്കറ്. അത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.